ഇന്ന് നമുക്ക് കർണാടകക്കാരുടെ സ്പെഷ്യൽ ഐറ്റമായ ബിസിബെലാബാത്ത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് നമ്മൾ നാട്ടിലൊക്കെ നെയ്ച്ചോറ് വെക്കുന്ന അരിയില്ലേ, അതൊരു 500 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയറിൻ പരിപ്പ് 200 ഗ്രാം, അതേപോലെ തന്നെ തോരമ്പരിപ്പും 200 ഗ്രാം. ഇത് മൂന്നും കൂടി ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിനാവശ്യമായ കുറച്ച് പച്ചക്കറികളൊക്കെ വേണം. ഞാനിവിടെ ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, 2 ന്യൂക്കൽ, അത്രയും ഇത് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ചോറ് അരി വേഗം വേവുമല്ലോ, അതിന് കൂടെ തന്നെ ഇത് ഫുള്ള് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് കഷ്ണം പോലെ തന്നെ നിൽക്കണം. അതിനുശേഷം കുറച്ച് പട്ടാണി ഇട്ടിട്ടുണ്ട്. പട്ടാണി തലേന്ന് രാത്രി വെള്ളത്തിൽ പുതിർത്തി വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ആ കണക്കിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂണ് ഓയിലും, ഏത് ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിക്കണ്ട. ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് നമുക്കൊരു 2 വിസിൽ വരുന്നവരെ ഇതേപോലെ വെക്കണം. വെന്ത് കഴിഞ്ഞാൽ ഇതാണ്ടോ ചോറ് ഇവിടെ റെഡിയായി. ഞാൻ വിസിലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം തുറന്നു കൊടുത്തതാട്ടത് കണ്ടോ, ഇതേപോലെ റെഡിയായി. ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കണം. അതിന് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക്, കുറച്ച് ചെറിയ ജീരകം ഇട്ടതിന് ശേഷം 4 മുളകാണ് കേട്ടോ. മുളക് കട്ട് ചെയ്യാനൊന്നും വേണ്ടിയിട്ട് അങ്ങനെ തന്നെ മുഴുവൻ തുടക്കാൻ തന്നെ ഇട്ട് കൊടുത്തത്. അതിനുശേഷം 2 കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോവും. അതിനുശേഷം നിലക്കടല അണ്ടിപ്പരിപ്പ് എടുത്തിരുന്നു ഞാൻ. ഫസ്റ്റ് നിലക്കടല ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ രണ്ടും നല്ലോണം ഒന്ന് റോസ്റ്റായി വരും. എന്നാലേ നമുക്ക് ചോറിലത് വേറെ തന്നെ കടിക്കാനുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടണം. മീഡിയം സൈസ് ഒരു തക്കാളി മതി കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൊണ്ട് അത് തോനുള്ള പോലെ തോന്നുന്നത്. അതൊന്ന് നല്ലോണം തക്കാളിയും നല്ലോണം ഇതേപോലെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമ്മൾക്കിനി ഇത് നല്ലോണം എല്ലാം ശരിക്കും വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് ഇട്ട് കൊടുക്കണം. ബിസിബെലാബാത്ത് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് MTRൻ്റെ 10 രൂപേൻ്റെ പാക്കറ്റ് ഇവിടെ വാങ്ങാൻ കിട്ടും. അത് 2 പാക്കറ്റാണിത്. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പച്ചമണം ഒന്നും പോകുന്നവരെ ഒന്ന് വാട്ടണം. ഇതിൻ്റെ സ്മെല്ല് ഇതിലേക്ക് നല്ലോണം വേണമല്ലോ. അപ്പോൾ ഇതേപോലെ എണ്ണയിലൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ആവശ്യമായ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. പുളീൻ്റെ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇതൊരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് അതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചോറില്ലേ, അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നല്ലോണം തിളച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിലേക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ റെഡിയായി. നല്ല അടിപൊളി ചോറാണ് കേട്ടോ. തിന്നാൻ നല്ല രസമായിട്ട്. ഇതിലേക്ക് കാരാബൂന്തിയും കൂട്ടിയിട്ടാട്ടോ ഞങ്ങൾ തിന്നുന്നത്. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ തിന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ആഡ് ചെയ്യാനുണ്ട്. അതെന്താണെന്നറിയാം, ബെല്ലാണ് കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള പറയണം.